ഉണ്ടായാൽ പോലും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ ഷാജിനെ പറ്റി. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഷാജൻ ഒരു മോശക്കാരനോ അല്ലെങ്കിൽ ആഭാസനോ ഒന്നുമല്ല. എടുത്തിയാട്ടക്കാരനാണ്. കോട്ടയം കുഞ്ഞച്ചനൊക്കെ പോലെയാണ്. അദ്ദേഹം ഒരു വിഷയം കിട്ടുമ്പോൾ ചാടി കയറി അദ്ദേഹം ചെയ്യാൻ വേണ്ടി വരും. അറ്റവും മൂലം അറിയാതെ. അന്താരാഷ്ട്ര വിഷയങ്ങളിലും അന്തർദേശീയ വിഷയങ്ങളിലൊക്കെ എനിക്ക് ഷാജിനോട് വളരെ എതിർപ്പുണ്ട്. കാരണം നമ്മൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇത് ഈ ജേർണലിസത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം നമുക്ക് ട്വിസ്റ്റ് ചെയ്യിപ്പിക്കാം. നമുക്കൊരു ന്യൂസ് എന്ന് പറയുന്ന ഒരു പിരമിഡ് പോലെയാണ്. ഇതിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വരികയാണ്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു പക്ഷേ ആരെയും തെറ്റിദ്ധരിപ്പിച്ചാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജനങ്ങൾ, അതായത് മറുനാട് എന്നൊക്കെ പറഞ്ഞ ഏകദേശം 10-30 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് എൻ്റെ അറിവിൽ ഉണ്ട്. അദ്ദേഹത്തിന് റീച്ചുണ്ട്. അപ്പം അദ്ദേഹത്തെ പോലെ ആളുകൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ കുറയ്ക്കണം. കാരണം നമ്മളൊരു വിഷയത്തെ പറ്റി ഇപ്പോൾ എന്ത് വിഷയമായിക്കൂടെ, അത് ഇന്ത്യ പാകിസ്ഥാൻ ആയാലും അമേരിക്ക ആയാലും ഓസ്ട്രേലിയ ആയാലും പോലും ജനങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ പറയുന്ന 5 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോ കാണാൻ വരുന്നത്. കാരണം മാധ്യമങ്ങളൊന്നും കാണിക്കുന്നില്ല. അവരെ വിട്ട് കാശാക്കരുത്. ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 2 ഫീച്ചേഴ്സാണ് ഈ പറയുന്ന യൂട്യൂബിൻ്റെ ഫീച്ചേഴ്സാണ് ഈ പറയുന്ന ഷാജിനെ കൊണ്ട് ചാടിച്ചിരിക്കുന്ന ഈ അബദ്ധങ്ങളിൽ. ഇത് രണ്ടാമത്തെ അബദ്ധമാണ്. വ്യക്തികളുമായി കേന്ദ്രീകരിച്ച വിഷയങ്ങൾ അദ്ദേഹം പെട്ടുപോയിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ലുലു എം ഡി ചെയർമാനായിട്ടുള്ള യൂസഫ്ലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം കുഴിയിൽ ചാടി. ഞാൻ അന്നേ ചാനൽ കാണാൻ നിർത്തിയതാണ്. രണ്ടാമത്തെ വിഷയം ഇപ്പോൾ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ യൂട്യൂബിനൊരു പ്രശ്നം എന്ന് പറയുന്ന സുഹൃത്തുക്കളെ, അതായത് ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ എടുക്കുക. എനിക്കൊരു 1000 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും അതിലൊരു 100-300 പേരെ എനിക്ക് സ്ഥിരം എൻ്റെ ഓർഗാനിക് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്, ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സ്, അതായത് വീണ്ടും വീണ്ടും റിപ്പീറ്റായി വരുന്നവരുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഷയങ്ങളുണ്ട്. അത് ഒരു പക്ഷേ അമേരിക്കൻ ആണെങ്കിൽ അവർക്ക് അമേരിക്കൻ പൊളിറ്റിക്സ്, കേരളത്തിലാണെങ്കിൽ കേരള പൊളിറ്റിക്സ്, യുവാക്കളാണെങ്കിൽ യുവാക്കളുടെ ഉന്നമനത്തിനുള്ള ടെക്നോളജിയോ അല്ലെങ്കിൽ സ്പോർട്സോ, അങ്ങനെ നമ്മുടെ ഒരു 300-350 നമ്മുടെ റിപ്പീറ്റ് കസ്റ്റമേഴ്സിന് താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കണം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ പിക്ക് ചെയ്ത് യൂട്യൂബ് അടുത്ത ജനങ്ങളിലേക്ക് എത്തിക്കുള്ളൂ, അടുത്ത 300 എന്ന സ്ലോട്ടിലേക്ക് എത്തിക്കുള്ളൂ. യൂട്യൂബിന് ഇത് ബിസിനസ്സാണ്. കാരണം എന്ന് പറയുന്നത്, നിങ്ങളൊരു പക്ഷേ ഒരു വ്യക്തി എത്ര മണിക്കൂർ യൂട്യൂബ് നോക്കും ഒരു ദിവസം? ഒരു ശരാശരി 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എടുക്കും. ഈ 1 മണിക്കൂറിനുള്ളിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് കാണിച്ചിട്ട് വേണം യൂട്യൂബിന് പണം ഉണ്ടാക്കാൻ. യൂട്യൂബ് എൻ്റെ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ മറുനാട് ഷാജിൻ്റെ രീതി എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വാർത്തകൾ സ്ഥിരം കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്, 1% ആൾക്കാർ.